കേരളത്തിൽ നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു യോഗമാണ് കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് കൊച്ചിയിൽ നടന്നത്. ഗുണ്ടകളുടെ ഒരു യോഗം വിളിച്ചു ചേർത്തത് മറ്റാരുമല്ല, മുൻ KPCC അധ്യക്ഷനും MP-യുമായിട്ടുള്ള കെ സുധാകരനാണ്. എന്തായാലും ഈ യോഗത്തിൽ പങ്കെടുത്ത ഗുണ്ടകളെ ഒന്നൊന്നായി രമേശ് ചെന്നിത്തലയുടെ പോലീസ് പൊക്കി അകത്ത് ഇടുന്ന കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം പങ്കെടുത്ത ഗുണ്ടകളിൽ ഒരാൾ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. ആലുവ സ്വദേശി ബിലാലിനെയാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ കേസിലാണ് ബിലാൽ ഇപ്പോൾ അറസ്റ്റിലായത്. തൂഫാൻ വാളണ്ടിയേഴ്സ് എന്ന പേരിലായിരുന്നു ഗുണ്ടകളുടെ യോഗം ചേർന്നത്. ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, നമ്മൾ കേരളത്തിൽ കേട്ടിട്ടില്ലാത്ത ഒരു യോഗമാണ് കെ സുധാകരൻ വിളിച്ചു ചേർത്തത്. ഗുണ്ടകളുടെ ഒരു ഏകോപനവും അവരുടെ ഒരു യോഗവും. എന്തായാലും പോലീസ് ഓരോരോ ആൾക്കാരെയായി തട്ടി അകത്ത് ഇടുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ അറസ്റ്റിലായത് ആരാണ്? വിശദാംശങ്ങൾ. ഇപ്പോൾ അറസ്റ്റിലായത് ബിലാൽ എന്ന് പറയുന്നയാളാണ്. ഷമ്മി ഇപ്പോൾ അറസ്റ്റിലായത് ബിലാൽ എന്ന് പറയുന്നയാളാണ്. ഈ ബിലാൽ കഴിഞ്ഞ വർഷം ഉണ്ടായൊരു കേസ്, അതായത് ഒരു പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി എന്നൊരു കേസുണ്ട്. മലപ്പുറം സ്വദേശിയായ മുഹമ്മദ് അലി എന്ന് പറയുന്നയാളെ തട്ടിക്കൊണ്ടുപോയി തടങ്കലിൽ പാർപ്പിച്ച ഒരു കേസുണ്ട്. അത് ബിലാലിൻ്റെ നേതൃത്വത്തിലാണ് ഈ മുഹമ്മദ് അലിയെ തട്ടിക്കൊണ്ടുപോയത്. പാലക്കാട് തിരുമിറ്റക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ മുഹമ്മദ് അലിയെ ബിലാൽ തട്ടിക്കൊണ്ടുപോവുകയും പിന്നീട് കോതക്കുറിശി എന്ന് പറയുന്ന വീട്ടിലെത്തി പാർപ്പിക്കുകയായിരുന്നു. അവിടെ ഒളിവിൽ തടങ്കലിൽ പാർപ്പിച്ചിരിക്കെ അവിടെ നിന്ന് ഈ മുഹമ്മദ് അലി രക്ഷപ്പെടുകയായിരുന്നു. ആ കേസിൽ നിരവധി പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് വരികയായിരുന്നു. അക്കൂട്ടത്തിലാണ് ഇപ്പോൾ ബിലാലിനെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ക്രൈംബ്രാഞ്ചാണ് ഈ ബിലാലിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ബിലാലിനെതിരെ ഈ കേസ് മാത്രമല്ല, നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ബിലാൽ. അതാണ് അയാളുടെ ചരിത്രം. കൊച്ചിയിലെ ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിലൊക്കെ പ്രതിയായ ആളുകൂടിയാണ് ഈ ബിലാൽ എന്ന് പറയുന്നയാൾ. ഈ ബിലാൽ ഈ കഴിഞ്ഞ ദിവസം കെ സുധാകരൻ വിളിച്ച യോഗത്തിൽ പങ്കെടുത്ത ആളാണ്. തൂഫാൻ വളണ്ടിയേഴ്സ് ആകാൻ തയ്യാറെടുത്തവരുടെ യോഗം എന്ന പേരിലൊക്കെയാണ് യോഗം വിളിച്ചത്. പക്ഷേ പ്രത്യക്ഷത്തിൽ അതിൽ ഒട്ടേറെ ക്രിമിനലുകളാണ് പങ്കെടുത്തത് എന്ന വിവരം ആ ഘട്ടത്തിൽ തന്നെ പുറത്തു വന്നിരുന്നു. അതിൽ ഷിബു എന്ന് പറയുന്ന ആളാണ് കഴിഞ്ഞ ദിവസം മട്ടാഞ്ചേരി പോലീസിൻ്റെ പിടിയിലായത്. ഷിബു ആണെങ്കിൽ ബാറിൽ അതിക്രമം നടത്തിയ കേസിലാണ് കഴിഞ്ഞ ദിവസം പിടിയിലായത്. ബാറിൽ വെച്ചൊരു 46-കാരനെ മാരകായുധം ഉപയോഗിച്ച് അതിക്രൂരമായി മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. ആ കേസിൽ ഈ കെ സുധാകരൻ വിളിച്ച യോഗത്തിൻ്റെ മുൻനിരയിലുണ്ടായിരുന്ന ഷിബുവിനെ അറസ്റ്റ് ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അതേപോലെ മുൻപന്തിയിലുണ്ടായിരുന്ന ബിലാൽ. അതും ആ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം. മഞ്ഞ ഷർട്ടൊക്കെ ധരിച്ച് ഈ ബിലാൽ മുൻനിരയിൽ തന്നെ ഇരിക്കുന്നുണ്ട് തൂഫാൻ വളണ്ടിയർ ആകാൻ വേണ്ടി. ആ ബിലാലിനെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് ഈ തട്ടിക്കൊണ്ടുപോകൽ കേസുമായി ബന്ധപ്പെട്ടാണ്. ഈ 2 പേരുടെ അറസ്റ്റാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെങ്കിൽ ഏത് നിമിഷവും ഈ യോഗത്തിൽ പങ്കെടുത്ത കൂടുതൽ പേർ അറസ്റ്റിലാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അന്നത്തെ യോഗത്തിൽ പങ്കെടുത്ത അവരുടെ കൂട്ടത്തിൽ 20ഓളം പേർ വിവിധ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് എന്നുള്ളതാണ്. AKG സെൻറ്റർ ആക്രമണ കേസിലെ പ്രതിയായ സുഹൈലാണ് ഈ യോഗത്തിന് മുൻകൈ എടുത്തു തന്നെ സുഹൈലാണ്. സുഹൈലും ഒക്കെയാണ് ചേർന്നാണ് കെ സുധാകരനെയൊക്കെ പങ്കെടുപ്പിച്ച് ഈ യോഗം തന്നെ നടത്തിയത്. അപ്പോൾ ഇതിൽ 20ഓളം പേർ അതിൽ ക്രിമിനലുകളാണ് എന്നുള്ള വിവരം നേരത്തെ പുറത്തു വന്നതാണ്. അപ്പോൾ ഈ ഷിബുവിൻ്റെയും ബിലാലിൻ്റെയും ഒക്കെ അറസ്റ്റിന് പിന്നാലെ കൂടുതൽ അറസ്റ്റുകൾ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം. ഷമ്മി. ഉമേഷ്, ഇത്തരമൊരു യോഗം വിളിക്കാൻ ഈ കെ സുധാകരനുണ്ടായ പ്രചോദനം എന്താണ് എന്നുള്ളതാണ് നമ്മളെ ഇപ്പോഴും ആശ്ചര്യപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന് ഇവരുമായിട്ട് വളരെ ആത്മബന്ധമുണ്ട് എന്ന് തോന്നുന്ന തരത്തിലാണ് ആ ദൃശ്യങ്ങളൊക്കെ വരുന്നത്. കൊച്ചിയിലെ തന്നെ പല മുൻകാല ഗുണ്ടകളൊക്കെ ആ വേദിയിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് എന്തോ ഒരു വലിയ അംഗീകാരം കിട്ടി, തങ്ങൾ പൗത്രീകരിക്കപ്പെട്ടിരിക്കുന്നു, ഗംഗയിൽ മുങ്ങിയതുപോലെയൊക്കെയുള്ള ഒരു പ്രതീതിയിലാണ് അവരെല്ലാം വന്നിരിക്കുന്നത്. പക്ഷേ എന്തോ പോലീസ് ഇതെല്ലാം കൃത്യമായി തന്നെ നോക്കി വെക്കുകയും ഇവരെ ഓരോ ആൾക്കാരായി പിടിച്ചകത്തിടുകയും ചെയ്യുന്ന ഒരു കാഴ്ച കാണേണ്ടി വന്നു. ഇത്തരം ഒരു യോഗം സമൂഹത്തിന് നൽകുന്ന സന്ദേശം അത് വളരെ മോശപ്പെട്ട ഒരു സന്ദേശമല്ലേ? കെ സുധാകരനെ പോലെയൊക്കെ ഉള്ള ഒരു വലിയ നേതാവ് ഇത്തരത്തിലൊരു യോഗം വിളിക്കുകയും ഇവരൊക്കെ അതിൻ്റെ ഭാഗമാവുകയും ചെയ്യുന്നു എന്നുള്ളത്. ഉമേഷ്. ഷമ്മി, അത് ശരിയാണ്. പക്ഷേ ഇതിലൊരു പ്രശ്നം, ഈ യോഗത്തിൽ പങ്കെടുത്ത പലരും ക്രിമിനൽ കേസിൽ പെട്ടതുകൊണ്ട് അവരെ ഓരോരുത്തരെയായി പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ യോഗം തന്നെ അത് ഏത് സാഹചര്യത്തിൽ നടന്നു എന്നത് സംബന്ധിച്ച് യഥാർത്ഥത്തിൽ പരിശോധിക്കപ്പെടേണ്ടതാണ്. പക്ഷേ പോലീസ് ആ വഴിക്ക് ഇതുവരെ നീങ്ങിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് കാരണം കെ സുധാകരനാണ് ഈ യോഗത്തിൽ പ്രധാനമായും പങ്കെടുത്ത, അല്ലെങ്കിൽ കെ സുധാകരൻ്റെ നേതൃത്വത്തിലാണ് നടന്നത് എന്നുള്ളതാണ് അതിന് കാരണം. ഏത് സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു യോഗം വിളിച്ചു ചേർത്തു? എന്തുകൊണ്ട് ഇത്രയധികം ഗുണ്ടകൾ പങ്കെടുക്കുന്ന ഒരു യോഗം ഈ കൊച്ചി സിറ്റിയിൽ നടന്നിട്ട്
പോലീസ് എന്തുകൊണ്ട് അതിൽ ഇടപെട്ടില്ല, അത് സംബന്ധിച്ചൊരു അന്വേഷണം നടത്താത്തത് എന്തുകൊണ്ട് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അതൊരു തീർത്തും സ്വകാര്യ യോഗമാണ്, സർക്കാരോ അല്ലെങ്കിൽ ഔദ്യോഗിക സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട യോഗമേ ആയിരുന്നില്ല എന്നുള്ളതൊക്കെയാണ് പോലീസ് പറയുന്നത്. അതൊരു സ്വകാര്യ യോഗമാണ്, അതുകൊണ്ട് അതിൽ കാര്യമായ അന്വേഷണം നടത്തേണ്ട ആവശ്യമില്ല എന്നൊരു നിലപാടിലൊക്കെയാണ് പോലീസ് ഉള്ളത്. ഇന്നലെയും സിറ്റി പോലീസ് കമ്മീഷണർ പ്രതികരിച്ചപ്പോൾ ആ തരത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. അതുമായി ബന്ധപ്പെട്ട ഒരു കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസ് ഇപ്പോഴും കടന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എങ്ങനെ ഇത്രയധികം ക്രിമിനലുകൾ പങ്കെടുത്തൊരു യോഗം അതും ഒരു MP-യുടെ സാന്നിധ്യത്തിൽ നടന്നു എന്നുള്ളത് ഗൗരവമായ വിഷയം. അതിപ്പോഴും അങ്ങനെ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഇങ്ങനെ ഓരോരുത്തരെയായി അറസ്റ്റിലാവുന്ന സാഹചര്യം വരുമ്പോഴെങ്കിലും പോലീസ് ഇനിയൊരു നടപടി അക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു യോഗം വിളിച്ചു ചേർത്തു, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ആരൊക്കെയെന്ന് സംബന്ധിച്ചൊരു അന്വേഷണം ഇനിയെങ്കിലും നടത്തും എന്ന് പ്രതീക്ഷിക്കാം. ഉമേഷ്, ഇതിലും രസം ഇതൊക്കെ തൂഫാൻ വാരിയർ ആകാൻ വേണ്ടിയാണ് എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവരൊക്കെ തൂഫാൻ വാരിയർ ആയി കഴിഞ്ഞാലുള്ള ഒരവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. ഇന്നലെ കാസർഗോഡ് ഇതുപോലെ ഒരു കാഴ്ച കണ്ടു. അവിടെ ഒരു ഹൈസ്കൂളിനകത്ത് കുറേ ആൾട്രേഷൻ നടത്തിയ കാറുമായിട്ട് ഒരു പറ്റം ആൾക്കാർ കടന്നെത്തുകയും തൂഫാൻ വാരിയറാണ് എന്ന് പറയുകയും അവസാനം വലിയ പ്രശ്നമാവുകയും പോലീസ് ഇടപെട്ട് ഇവരെ മാറ്റിയപ്പോൾ പോലീസിനെ അധികം അടക്കം ആക്രമിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അതായത് ഇവർ ഈ തൂഫാൻ ഉള്ള വാളണ്ടിയർ എന്ന പേരിൽ ഇത് ഹൈജാക്ക് ചെയ്യാനുള്ള ഒരു നീക്കമാണോ നടത്തിയതെന്ന് പോലും സംശയിക്കേണ്ടി വരും. ഉമേഷ്, അതിൽ ആ തരത്തിലും ഒരു പ്രശ്നമുണ്ട് ഷമി. കാരണം ഈ കെ സുധാകരൻ ആണ് ഈ യോഗത്തിൽ പങ്കെടുത്തയാൾ. അപ്പോൾ എന്താണ് സർക്കാരിൻ്റെ ഈ തൂഫാൻ പരിപാടി എന്നത് സംബന്ധിച്ച്, എങ്ങനെയാണ് ഈ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്, ഏത് വിധമാണ് എന്നൊക്കെ ഈ അവിടെ പങ്കെടുത്തവരുമായി പങ്കിട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ പങ്കെടുത്ത ക്രിമിനലുകളാണ് ഇതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അവർ ശേഖരിച്ചിരിക്കുന്നത്, അതൊരു MP-യിൽ നിന്ന് എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രശ്നം അവശേഷിക്കുന്നുണ്ട്. കാരണം ഇവരിൽ പലരും, ഇപ്പോൾ ഇതിൽ ഷിബു എന്ന് പറയുന്നയാൾ ഇങ്ങനെ തൂഫാൻ വളണ്ടിയർ ആകാൻ എത്തി ഈ യോഗത്തിന് മുൻപന്തിയിലുണ്ടായിരുന്നയാൾ പിറ്റേന്ന് ഒരു ബാറിൽ വെച്ചാണ് അയാളെ പിടികൂടുന്നത് എന്നുള്ളതാണ്. ബാറിൽ മദ്യപിക്കുകയും അവിടെ വെച്ച് തർക്കമുണ്ടാക്കുകയും അയാളെ മാരകമായി ഒരു 46-കാരനെ മർദ്ദിക്കുകയും ഒക്കെ ചെയ്ത സംഭവത്തിലാണ് ഈ ഷിബു അറസ്റ്റിലാവുന്നത്. അങ്ങനെയുള്ള അയാളൊക്കെ തൂഫാൻ വളണ്ടിയറായി വരുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് പരിശോധിക്കപ്പെടേണ്ടതാണ്. മാത്രമല്ല ഈ തൂഫാൻ പദ്ധതി ഏതൊക്കെ തരത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു എന്നത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ അവിടെ യോഗത്തിൽ പങ്കുവച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർ ഇതേക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ആ തരത്തിൽ പരിശോധിക്കുമ്പോൾ ഇത് ഗൗരവമുള്ള വിഷയമാണ്. അതിൽ പോലീസ് കൃത്യമായ അന്വേഷണം നടത്തേണ്ടതാണ്. ഇങ്ങനെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഓരോ പ്രതികളെ അവർ ഉൾപ്പെട്ട കേസുകളിൽ അറസ്റ്റ് ചെയ്യുന്നു എന്നതിലുപരിയായി ഇങ്ങനൊരു യോഗം സംഘടിപ്പിച്ചതിൻ്റെ പശ്ചാത്തലവും അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്തായിരുന്നു എന്നത് സംബന്ധിച്ചൊക്കെ ഒരു അന്വേഷണം സ്പെഷ്യൽ ബ്രാഞ്ച് തലത്തിലെങ്കിലും നടക്കേണ്ടതാണ് എന്നുള്ള ആവശ്യം പൊതുവിൽ ഉയരുന്നുണ്ട്. അതിലിനി ആഭ്യന്തരമന്ത്രി എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്ന് അറിയേണ്ടതുണ്ട്. നാളെ അദ്ദേഹം കൊച്ചിയിലെത്തുന്നുണ്ട്. നാളെ ഈ പറയുന്ന ഈ ഇതര സംസ്ഥാനക്കാരൊക്കെ തിങ്ങിപ്പാർക്കുന്ന മേഖലയിലൊക്കെ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ അദ്ദേഹം സന്ദർശനം നടത്തുന്നുണ്ട്. ആ ഘട്ടത്തിൽ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എന്താണ് ഇനി ആഭ്യന്തരമന്ത്രിയുടെ നിലപാട് എന്നുള്ളത് തന്നെയാണ് അറിയാനുള്ളത്. ഷമി, തീർച്ചയായും ഉമേഷ്, ഇക്കാര്യത്തിൽ ആഭ്യന്തര വകുപ്പിന് എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ് എല്ലാവർക്കും അറിയേണ്ടത്. ഏത് സാഹചര്യത്തിൽ കെ സുധാകരൻ, അദ്ദേഹം ഒരു MP ആണ്, ഇതുപോലെ ഒരു യോഗം കൊച്ചി നഗരത്തിലെ പ്രധാനപ്പെട്ട ഗുണ്ടകളുടെ ഒരു യോഗം വിളിച്ചു ചേർക്കാൻ അദ്ദേഹത്തിനുണ്ടായ പ്രചോദനം എന്താണ് എന്നുള്ളത്